ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ നല്ല പഴുത്ത പഴം വെച്ചിട്ട് വളരെ ഈസി ആയിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു ഹെൽത്തി 4 മണി പലഹാരമാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നന്നായിട്ട് പഴുത്തിട്ടുള്ളൊരു പഴം റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്കൊരു 3 ഏലക്കായും മധുരത്തിന് ആവശ്യമായിട്ടൊരു 1/4 കപ്പ് ശർക്കരപ്പാനി കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഏലക്കായ പൊടി ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. പഴമൊക്കെ നന്നായിട്ട് അരഞ്ഞു കിട്ടണം. ഇനി ഇതിലേക്ക് ഗോതമ്പ് പൊടിയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ആദ്യം ഒരു 1/2 കപ്പ് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുത്തിട്ട് ഇതുപോലെ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി കുറച്ചും കൂടെ ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കുക കേട്ടോ. ടോട്ടൽ ഒരു 1/4 കപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1 കപ്പ് മുഴുവനായിട്ടും ചേർത്ത് കൊടുത്തിട്ടില്ല. ഇതും കൂടെ ചേർത്ത് കൊടുത്ത് ഒന്നും കൂടെ ഒന്ന് അടിച്ചെടുത്തിട്ട് നല്ലൊരു ടൈറ്റിലാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ ഈ ഒരു ടൈറ്റിലാണ് മാവ് വേണ്ടത്. ഇതൊരു ബൗളിലേക്ക് ഒന്ന് മാറ്റി കൊടുത്ത ശേഷം ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ സോഡാപ്പൊടിയും 1 ടീസ്പൂൺ എള്ളും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. വെളുത്ത എള്ളാണ് ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. കറുത്ത എള്ളുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതിയാവും കേട്ടോ. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ തേങ്ങ ചിരവിയതും കൂടെ ചേർത്ത് വീണ്ടും നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരു പലഹാരമാണ് കേട്ടോ. സ്കൂളിൽ വിട്ട് വരുന്ന കുട്ടികൾക്കും അതുപോലെ പെട്ടെന്ന് കയറി വരുന്ന വിരുന്നുകാർക്കൊക്കെ നമുക്ക് പഴുത്തൊരു പഴം ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. ഈ നല്ല ചൂടായ വെളിച്ചെണ്ണയിലേക്ക് ഇതുപോലെ കൈ വെച്ചിട്ട് കുറച്ചായിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. കൈ ഒന്ന് നനച്ചു കൊടുക്കുകയാണെങ്കിൽ കയ്യിൽ ഒട്ടിപ്പിടിക്കാതെ നമുക്ക് ഈസി ആയിട്ട് ഇട്ട് കൊടുക്കാനായിട്ട് പറ്റും. നല്ല ടേസ്റ്റിയും നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു പലഹാരമാണ്. വെളിച്ചെണ്ണയിലാണ് കേട്ടോ ഇത് പൊരിച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുത്തൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കരുത് കേട്ടോ. അപ്പോൾ അതിൻ്റെ പുറം ഭാഗം പെട്ടെന്ന് മുരിഞ്ഞ് കിട്ടുകയും ചെയ്യും. ഉൾഭാഗം വേവയല്ല, ആ ഒരു ഗോതമ്പ് പൊടിയുടെ ഒരു പച്ചച്ചോവൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇത് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കുറച്ചധികം സമയം ഇളക്കി കൊടുത്താണ് ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഞാനിവിടെ 2 ബാച്ചായിട്ടും മുഴുവനായിട്ടും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റിയാണ്, അതുപോലെ നല്ല ഈസിയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മറക്കാതെ ലൈക്ക് ചെയ്യണം. അതുപോലെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് ആയിട്ട് അറിയിക്കും വേണം കേട്ടോ. പേജ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.